നമ്മളെല്ലാവരും പ്രിയപ്പെട്ട ലാലേട്ടൻ തന്മാത്ര സിനിമയിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ, ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് ഓഫീസിലെ ഫയലുകൾ വെക്കുക. അത് ശരിക്കും അൽഷിമേഴ്സിൻ്റെ ഒരു അഡ്വാൻസ് സ്റ്റേജാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം മെമ്മറി ലോസ് ആണ്. നമ്മളൊരു പേഴ്സ് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും വെക്കുന്നു, എവിടെ വെച്ചെന്ന് ഓർമ്മ ഉണ്ടാവില്ല. കാറ് ലോക്ക് ചെയ്തില്ലെന്നൊരു സംശയം. കാറിൻ്റെ കീ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് എവിടെ കൊണ്ടുവച്ചെന്നൊരു സംശയം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഷോർട്ട് ടൈം മെമ്മറി ലോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഏർലി സ്റ്റേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അതിൻ്റെ കാരണം സ്ട്രെസ്സും കൂടെയാണ്. അപ്പോൾ സ്ട്രെസ്സ് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിൻ്റെ അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു സ്റ്റേജസ് മാറുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കൺഫേംഡ് ഡയഗ്നോസിസ് സ്റ്റേജാണ്. ഈ ഷോർട്ട് ടേം മെമ്മറി ലോസ് കുറച്ചും കൂടെ അധികമാവുകയും ഒരു 60 വയസ്സുള്ള ആൾക്കാണ് ഒരു അൽഷിമേഴ്സ് ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്ക് 30-ാമത്തെ വയസ്സിലത്തെയോ അല്ലെങ്കിൽ 20-ാമത്തെ വയസ്സിലത്തെയോ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവുകയും, എന്നാൽ ഇന്നലെ അയാൾ പോയിട്ടുള്ള സ്ഥിരമായി പോകുന്ന ഒരു വഴി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അയാൾക്ക് വഴിതെറ്റി പോവുകയും ഉണ്ടാവുന്നു. ഇതാണ് ഒരു കൺഫേംഡ് ഡയഗ്നോസിസ് ആയിട്ടുള്ള സ്റ്റേജ് 2 നമുക്ക് പറയാനുള്ളത്. അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയിട്ടുള്ള സ്റ്റേജ് 3ലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളേനെ, നമ്മുടെ മക്കളേനെ, അല്ലെങ്കിൽ അച്ഛനമ്മമാരേനെ, കുടുംബാംഗങ്ങളേനെ, ഇവരെല്ലാം ഇവരുടെ പേരുകളോ ഇവരാരാണെന്നോ ഇവരുമായിട്ടുള്ള ബന്ധം എന്താണെന്നോ പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, എത്രയും വേഗം ഇത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഏർലി സ്റ്റേജ് ആണ് എന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റീവ് ആയുർവേദ പോലെയുള്ള ഇത് ഡീസലറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള പൈസ നഷ്ടം, അതുപോലെ തന്നെ ഫാമിലിയുമായിട്ടുള്ള നല്ല സമയം ചെലവഴിക്കുന്ന ഇത്തരം ഒരു സോഷ്യോ ഇക്കണോമിക് ഡിസാസ്റ്ററിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും.